ഹലോ എവരിവൺ, എല്ലാവർക്കും AZ അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങളെ സുഖം വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഒരുപാട് എക്സാമിനേഷൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കളായിരിക്കും നമ്മൾ, അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണ്, അല്ലേ? അപ്പം അത്തരത്തിലൊരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നതാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 എക്സാമിനേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം എഴുതാൻ പറ്റുന്ന എഴുതാൻ പറ്റുന്ന 3 പ്രധാനപ്പെട്ട എക്സാമിനേഷൻ വഴിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയായിരിക്കും പ്രധാനമായിട്ട് ആളുകളെല്ലാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ LD എക്സാമിനേഷൻ ആയിരിക്കും, അല്ലേ? LD എക്സാമിനേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് അറിയപ്പെടുന്ന LD എക്സാമിനേഷൻ പറഞ്ഞാൽ 2024 അടുപ്പിച്ച് നോട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ നടത്തി. ഇപ്പോൾ 25 അതിൻ്റെ അടുപ്പിച്ച് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ റിസൾട്ട് മറ്റും വന്ന് 2027 വരെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാലാവധി എന്ത് ചെയ്യുന്നുണ്ട്, നീണ്ടിരിക്കുന്നു. 2027 വരെയാണ് എന്ത് അതിൻ്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്നൊക്കെ പറയും, അല്ലേ? 2027 വരെ പോയാലും ഇപ്പൊ 2026 എന്ത് വിളിക്കണം, ഈ പറയുന്ന പുതിയ എന്ത് ചെയ്യണം, LD ഒക്കെ വിളിച്ച് പുതിയൊരു എക്സാമിനേഷൻ ഒക്കെ നടത്തി അതിന് എന്താണ് റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും, അല്ലേ? ഒരുപാട് സമയം എടുക്കും. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു 4 വർഷം എന്തായാലും ഈ പറയുന്ന എക്സാമിനേഷൻ വിളിച്ച് റിസൾട്ട് പബ്ലിഷ് ചെയ്ത്, അല്ലേ, റാങ്ക് ലിസ്റ്റിലേക്ക് വന്ന് അഡ്വൈസറി മുമ്പൊക്കെ കിട്ടുമ്പോൾ ജോലിക്ക് ഇറങ്ങി അത്രയും സമയം എന്തായാലും എടുക്കും, അല്ലേ? ശരിയല്ലേ? അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും നല്ലൊരു ജോലി നേടണമെങ്കിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റൊക്കെ കയറിക്കൂടണമെങ്കിലും അങ്ങനെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരാണ്. പ്രധാനമായിട്ടും 3 എക്സാമിനേഷൻസാണ് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത്. എന്തെല്ലാമാണോ സംശയം വന്നതാണ്, അല്ലേ? കുറേ പേർക്ക് മനസ്സിലായി കാണാം ഏതെല്ലാമാണെന്നുള്ളത്, അല്ലേ? ഏതായിരിക്കും? പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മുടെ LD എക്സാമിനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ 2026 ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന എക്സാമിനേഷൻ 2027 കഴിഞ്ഞു. 2028 നിയമനം വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരു 4-4.5 വർഷത്തെ അടുപ്പിച്ച് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ സമയം അവിടെ കഴിഞ്ഞു പോകുന്നു, അല്ലെ? 4-4 വർഷത്തെ അടുപ്പിച്ച് സമയം നിങ്ങളുടെ കഴിഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാമിനേഷൻ എന്തായാലും നോക്കി വെക്കാന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. പ്രധാനമായിട്ട് അത്തരത്തിൽ നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന പ്രധാനപ്പെട്ട എക്സാമിനേഷൻ പറഞ്ഞാൽ ഒന്ന് ബെക്കോ LDC ആണ്. എന്താണ്? ഒന്ന് ബെക്കോ LDC ആണ്. മറ്റൊന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് LGS ആണ്. മറ്റൊന്ന് പറഞ്ഞാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. പ്രധാനമായിട്ട് ഇതിനെല്ലാം വേണ്ടത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ എക്സാമിനേഷൻ എല്ലാം എന്ത് ചെയ്യും, എഴുതാൻ സാധിക്കുന്നതാണ്, അല്ലേ? പറഞ്ഞ ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. ഇതിനകത്ത് കമ്പനി ബോർഡ് LGSനകത്ത് ഇനി അഥവാ കമ്പനി ബോർഡ് LGSനകത്ത് വരികയാണ് ഈ പറഞ്ഞ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ സാധിക്കുന്നില്ല ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ബെക്കോ LDCയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കിടക്കുന്നുണ്ട്, അല്ലേ? ബെക്കോ LDCയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റേയും പറയും എല്ലാവർക്കും എഴുതാൻ സാധിക്കുന്ന എക്സാമിനേഷൻ ആണ്, അല്ലേ? ഡിഗ്രി ഉള്ളവന് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനേഷൻ ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് ജോലി പ്രതീക്ഷയുള്ള എന്താണ് ഒരു എക്സാമിനേഷൻ കൂടിയാണ് ഈ 3 എക്സാമിനേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇതുവരെ ഈ പറഞ്ഞ കമ്പനി ബോർഡ് LGS പറഞ്ഞ എല്ലാവർക്കും, അല്ലെ, പറഞ്ഞ എല്ലാവർക്കും ഈ പറഞ്ഞ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനേഷൻ എഴുതാൻ പറ്റുമെന്നുള്ളതാണ്, അല്ലേ? അപ്പൊ അത്തരത്തില് 3 എക്സാമിനേഷൻ നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന് ബെക്കോ LDC, മറ്റൊന്ന് കമ്പനി ബോർഡ് LGS, മറ്റൊന്ന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ഈ 3ന്റെ നോട്ടിഫിക്കേഷൻ എന്താണ് ഇനി വരാൻ പോവുകയാണ്. പറയുന്ന വരും മാസം, ഈ പറയുന്ന ഡിസംബർ അവസാനത്തോട് കൂടി അല്ലെങ്കിൽ ഈ പറയുന്ന ഒക്ടോബർ ലാസ്റ്റ് നവംബർ മാസത്തോട് അടുപ്പിച്ച് 3-4 മാസം നമ്മുടെ മുന്നിലുള്ളൂ. അപ്പൊ ആ മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, പറയുന്ന പുതിയ നോട്ടിഫിക്കേഷൻ എന്താണ് ഈ പറയുന്ന 3നെ വരും, അല്ലേ? 3നെ വരും. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റിയ നല്ലൊരു സംവിധാനമാണ് ഈ പറയുന്ന 3 എക്സാമിനേഷൻ പറഞ്ഞാൽ LDയോട് തന്നെ വളരെ സാമ്യമുള്ള സിലബസ് തന്നെയാണ് ഈ പറയുന്ന ബെക്കോ LDC ആയാലും കമ്പനി ബോർഡ് LGS ആയാലും വില്ലേജ് ഫീൽഡ് ആയാലും. ഈ പറഞ്ഞ LDയോട് തന്നെ എന്താണ് ഒരുപാട് സാമ്യം, ഈ പറഞ്ഞ നോർമൽ LD ആയിട്ട് തന്നെ ഒരുപാട് സാമ്യമുള്ള സിലബസ് ആണ് ബെക്കോയുടെയും വില്ലേജ് ഫീൽഡിന്റെ എന്ന് പറയുന്നത്. നോക്കി കഴിഞ്ഞാൽ ഈ കാണാൻ സാധിക്കും ഈ പറയുന്ന നമ്മുടെ ബെക്കോ ആയാലും ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന വില്ലേജ് ഫീൽഡിന്റെ ആയാലും ഈ പറയുന്ന എന്താണ് സിലബസ് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ചരിത്രം 5 മാർക്കിന്, ഭൂമിശാസ്ത്രം 5 മാർക്കിന്, ധനതന്ത്രശാസ്ത്രം എക്കണോമിക്സ് 5 മാർക്കിന്, അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക് കാണാൻ സാധിക്കും. കേരളവും ഭരണ സംവിധാനങ്ങൾ 5 മാർക്ക് കാണാൻ സാധിക്കും. ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം 6 മാർക്ക് കാണാൻ സാധിക്കും. ഭൗതിക ശാസ്ത്രം ഇപ്പം മാർക്കിന്റെ ഒക്കെ വ്യത്യാസം വരും കേട്ടോ. ഇപ്പം മാർക്ക് ഇപ്പം ഇങ്ങോട്ടൊക്കെ വന്ന് വ്യത്യാസം വന്നിരിക്കും. പക്ഷേ ഈ ഭാഗങ്ങളിൽ നിന്ന് ആയിരിക്കും എന്ത് ചെയ്യുന്ന ചോദ്യങ്ങൾ വരുന്നതെന്നുള്ളതാണ്. ഓക്കെ, കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്നീ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും ചോദ്യങ്ങളുണ്ട്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിഷയങ്ങളെയും ചോദ്യങ്ങളുണ്ട്. ആനുകാലിക വിഷയങ്ങൾ, ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും, മാത്തമാറ്റിക്സും മെന്റൽ എബിലിറ്റി സംവിധാനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ്, നമ്മുടെ വൊക്കാബുലറി, അതേപോലെ പറയുന്ന ആർട്ടിക്കിൾ എവിടെയെല്ലാം ഇടണമെന്നുള്ളത്, പാർട്സ് ഓഫ് സ്പീച്ച് സംവിധാനങ്ങളെല്ലാം അതിനകത്ത് വരുന്നത്. പിന്നെ പ്രാദേശിക ഭാഷകളിൽ മലയാളം, തമിഴ്, കന്നഡ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭാഷ എന്നുള്ള ചോദ്യം. പ്രധാനമായിട്ടും നമ്മുടെ LD എക്സാമിനേഷൻ സിമിലർ ആയിട്ടുള്ള സിലബസ് തന്നെയാണ് എവിടെയും വരുന്നത്. ഈ പറയുന്ന ബെക്കോ LDC ആയാലും കമ്പനി ബോർഡ് LGS ആയാലും എന്ത് ചെയ്യുന്നത്, ബെക്കോ LDC ആയാലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയാലും എന്ത് ചെയ്യുന്നത് വരുന്നതെന്നുള്ളതാണ്. അത് ചെറിയ വ്യത്യാസം വരുന്നത് കമ്പനി ബോർഡിനെ ഉള്ളൂ, അല്ലെ? എന്താണ് കമ്പനി ബോർഡ് വ്യത്യാസം എന്താണ്, ഇംഗ്ലീഷിലെന്നുള്ളത്, അല്ലെ? എന്താണ് ഇംഗ്ലീഷിലെന്നുള്ളത് നോക്കുക. പ്രധാനമായിട്ടും കമ്പനി ബോർഡ് LDSന്റെ ഈ പറയുന്ന സിലബസ് ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒന്ന് പറയുന്നത് പൊതുവിജ്ഞാനം, അല്ലെ? പൊതുവിജ്ഞാനം 10-40 മാർക്കിന് അടുപ്പിച്ച് പൊതുവിജ്ഞാനം കാണാൻ പറ്റും. ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. ഇത് കറണ്ട് അഫയേഴ്സ് ആണ് ആനുകാലിക വിഷയങ്ങൾ എന്നൊക്കെ പറയുന്നത്. ആനുകാലിക വിഷയങ്ങൾ 10-20 മാർക്ക് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സയൻസ് വിഷയം, അല്ലെ? നമ്മുടെ സയൻസ് വിഷയം
10 മാർക്ക് അടുപ്പിച്ച് സയൻസ് വിഷയം കാണാൻ സാധിക്കും. പൊതുജനാരോഗ്യം 10 മാർക്ക് അടുപ്പിച്ചാണോ. ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പാഠവും, കണക്ക് അല്ലേ, അത് ഏകദേശം 10-20 മാർക്ക് ചെയ്യും, അതും കാണാൻ സാധിക്കും. അതായത് ഈ പറഞ്ഞ 3 പഠിക്കുന്നവരാണെങ്കിലും എനിക്ക് ഏറെക്കുറെ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്, ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് പറയുമോ, ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഈ 3 എക്സാമിനേഷൻ കോമൺ ആയിട്ടുള്ളതാണ്. ഈ പറയുന്ന ഒന്ന് പൊതുവിജ്ഞാനം, സയൻസ് വരും, പൊതുജനാരോഗ്യം വരും അല്ലെ, ഈ പറയുന്ന പൊതുജനാരോഗ്യത്തിലെ ഓക്കെ സോറി എന്താണ് സുപ്രധാനം ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പാഠവും അല്ലെ, കോമൺ ആയിട്ട് ഒരെണ്ണമുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ആനുകാലിക വിഷയങ്ങൾ അല്ലെ, ആനുകാലിക വിഷയങ്ങൾ പ്രധാനമായിട്ട് ആനുകാലിക വിഷയങ്ങൾ അല്ലാണ്ട് വരും. അതേപോലെ പറയാം സയൻസ് ടോപ്പിക്ക് അല്ലെ, സയൻസ് ടോപ്പിക്ക് ഭൗതിക ശാസ്ത്ര, രസതന്ത്രം എന്നൊക്കെ പറയുന്ന, ജീവശാസ്ത്രം എന്നൊക്കെ പറയുന്ന ഈ പറഞ്ഞ ഇതാണ് ഇതല്ലേ അല്ലെ. അതുപോലെ പൊതുജന ആരോഗ്യം അല്ലേ വരുന്നില്ലേ. ഇപ്പൊ ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നത്, എല്ലാത്തിനും എന്താണ് ഏറെക്കുറെ എല്ലാം കോമൺ ആണ് അല്ലെ, ഇതെല്ലാം എന്താണ് കോമൺ ആണ്. അപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു 10-60 മാർക്കെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു നല്ലൊരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു 10-150 റാങ്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയുന്ന നിങ്ങൾക്ക് എന്ത് വരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നല്ലൊരു പ്ലാനോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നല്ലൊരു പ്ലാനോട് കൂടി മുന്നോട്ട് പോകണം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് എന്ത് പെട്ടെന്ന് പറഞ്ഞ എക്സാമിനേഷൻ നമുക്ക് എന്ത് പെട്ടെന്ന് വിളിക്കുന്നതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്താണ് നിങ്ങൾ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കണം. ഓക്കെ, ആദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പറഞ്ഞ ഓരോ സിലബസിനും എന്ത് ചെയ്യണം, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, സിലബസ് കവർ ചെയ്ത് പോകണം. സിലബസ് കവർ ചെയ്യുന്നതിന് പോകുന്നതിന്റെ കൂടെ തന്നെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കണം. അത് നോട്ട് ചെയ്ത് വെക്കാൻ എന്തിനാണ്, പറഞ്ഞ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരുന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പാറ്റേൺ മനസ്സിലാവണമല്ലോ അല്ലെ, പാറ്റേൺ മനസ്സിലാവും. ഇത്രയിൽ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചോദ്യങ്ങൾ പഠിച്ചതിന് ശേഷം ആ ചോദ്യങ്ങളോടൊപ്പം തന്നെ വരുന്ന പാഠഭാഗങ്ങൾ പഠിക്കണം. അങ്ങനെ മനസ്സിലാക്കി പോകുന്നതാണെന്ന് പറയുന്നത് ഒരു നല്ല സയന്റിഫിക് എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യ നല്ലൊരു സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ആദ്യം തന്നെ ഇരുന്ന് മൊത്തം സിലബസ് ഇന്ത്യ പഠിച്ചു പോകുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സിലബസ് പഠിക്കുന്നതല്ല പറയുന്നത്. സിലബസ് പഠിക്കുന്നതല്ല, സിലബസ് പഠിക്കുന്നതോടൊപ്പം തന്നെ സിലബസ് പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ പഠിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് എന്ത് മനസ്സിലാവും, ഈ പാഠഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് ഓരോന്ന് സ്ട്രെസ് ചെയ്ത് വെച്ച് ഈ ഭാഗങ്ങളൊക്കെ നീ പഠിച്ചു പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ റാങ്ക് നേടിയിട്ടുള്ള ആളുകളെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റി കാണാൻ സാധിക്കുന്ന സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നത് അല്ലേ. റാങ്ക് നേടിയിട്ടുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ പിന്തുടരുന്ന സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിൽ നിങ്ങളുടെ മുന്നിൽ 3 എക്സാമിനുള്ളത്. ഒന്ന് പറഞ്ഞ ബെക്കോ, മറ്റൊന്ന് പറയുക കമ്പനി ബോർഡ്, വേരിയസ് കമ്പനി ബോർഡുകളിലേക്ക് വിളിക്കുന്നതാണ് കമ്പനി ബോർഡ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പറയുന്ന വേരിയസ് വില്ലേജുകളിലേക്ക് ബെക്കോ എന്ന് പറയുന്ന ഒരുപാട് നമ്മുടെ എന്താ ലിക്കർ ഫാക്ടറീസും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ബെക്കോ എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ഇൻസെന്റീവ്സ് ഒക്കെ ഉള്ള ഒരു സംവിധാനങ്ങളാണ് ബെക്കോ എന്ന് പറയുന്നത് അല്ലേ. ഈ വർഷം തന്നെ ഓണത്തിന് തന്നെ എന്തോരം പറയുന്നതാണ് ഇൻസെന്റീവ്സ് ആണ് ഇവർക്ക് പറയുന്ന ബോണസ് ഒക്കെ അവർക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ, ഞാൻ തന്നെ പറയണ്ട അല്ലേ. അപ്പൊ അത്തരത്തില് ഇത് നല്ലൊരു പോസ്റ്റും കൂടിയാണ് ഈ പറയുന്ന 3 എക്സാമിനേഷൻ പറയുന്നത്. നമ്മൾ പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടി ഒരു ജോലി ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കുന്നവർക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റിയ 3 എക്സാമിനേഷൻ ആണ് അല്ലേ പറയുന്ന. മറ്റേ LD കൂട്ടും ഇത്രയും വർഷം 4-4.5 വർഷമൊക്കെ നിങ്ങൾക്ക് എന്ത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല അല്ലേ. പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് പറ്റും, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ ആത്മാർത്ഥമായിട്ട് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ഈ പറയുന്നത് ഇപ്പോഴേ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാവുന്നതാണ്. അത്തരത്തിൽ ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെക്കോ LDC, കമ്പനി ബോർഡ് എലിജിബിലിറ്റിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ ഓക്കെ, എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് അറിയില്ല, എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല, എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ല, ഓക്കെ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന സുഹൃത്തുക്കൾ കാണും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബാച്ചാണെന്ന് പറയുന്നത് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന 3-in-1 ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ പഠിച്ചു തുടങ്ങാവുന്നതാണ്. നിങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ, ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനുകളും മെന്റർഷിപ്പ് സപ്പോർട്ടും ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മൾ ക്ലിയർ ചെയ്തായിരിക്കും പോകുന്നത്. ഓക്കെ, ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, വർഷങ്ങളായിട്ട് ഈ പറയുന്ന ഫീൽഡിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ AZ Academy ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ആപ്പിലേക്ക് കയറിയ ശേഷം ഈ പറയുന്ന കോഴ്സ് പർച്ചേസ് ചെയ്യും. ഓക്കെ, പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യും. അതല്ല എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, എങ്ങനെ കോഴ്സ് ജോയിൻ ചെയ്യണമെന്നോ എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നോ ആണ് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിലും തൊട്ട് താഴെ എഴുതിയാണെങ്കിൽ നമ്പർ 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.
ഓക്കെ, അതേപോലെ തന്നെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റുകളൊക്കെ അപ്പോൾ തന്നെ അറിയുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ശേഷം പറയുന്ന ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് എന്ത് അറിയാൻ സാധിക്കും. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും പറയുന്ന സജഷനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തൊട്ട് ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ശേഷം ഇപ്പോൾ ഡൗട്ടും കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാ ഫ്രണ്ട്സിനോട് അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്ത് പഠിച്ചു തുടങ്ങേണ്ടവർ സമയം അപ്പോൾ തോന്നുന്നു ഇപ്പോൾ ഇന്ന് പഠിക്കാം, നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാൻ പറയും. നിങ്ങൾക്ക് എന്ത് ചെയ്യും, അങ്ങനെ വെച്ച് പോകുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ വെച്ച് വേണം എനിക്ക് ജോലി കിട്ടുന്നത് ഇന്നും നാളെ മറ്റന്നാളായിട്ട് ഇങ്ങനെ നീണ്ടു പോകും. ഓക്കെ, അതല്ല എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതി വെച്ചോ ജോലി കിട്ടിയിരിക്കും. ഓക്കെ ഓക്കെ ശരിയാണ്, നമുക്ക് പറയുന്ന ചെറിയ ചെറിയ തോൽവികളൊക്കെ വരും. ഓക്കെ, എന്നാലും തന്നെ വിജയം നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും. ഓക്കെ ഓക്കെ എപ്പോഴും പഠിക്കുക, പ്രയത്നിക്കുക, നിങ്ങളുടെ കൂടെ തന്നെയാണ് വിജയം. ഓക്കെ.